Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. HSC സോഷ്യൽ സയൻസിന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2022 നടന്നിട്ടുള്ള മലയാള മീഡിയം HSC സോഷ്യൽ സയൻസ് മലയാള മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസിൽ 10 എണ്ണമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി I+ന്റെ HSC സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിലെ ആദ്യത്തെ ചോദ്യമാണ്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ 31ാമത്തെ ചോദ്യമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇന്ത്യയിലെ മഹത്തായ നഗരം എന്ന് മെഗസ്തനീസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം ഏത് എന്നുള്ളത്. തക്ഷശില, ഉജ്ജയിൻ, പാടലിപുത്രം, സാരാനാഥ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ മഹത്തായ നഗരം എന്ന് മെഗസ്തനീസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പാടലിപുത്രയാണ്. പാടലിപുത്രനെ കുറിച്ച് പറയുമ്പോൾ ബീഹാറിലെ പാട്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാടലിപുത്രയുടെ പ്രസന്റ് ലൊക്കേഷൻ വരുന്നത്. മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുണ്ടായിരുന്ന നഗരമായിരുന്നു പാടലിപുത്ര. ഞാൻ പറഞ്ഞല്ലോ പാറ്റ്ന, പാടലിപുത്രയുടെ പുതിയ പേരാണ് പാറ്റ്ന എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പാടലിപുത്ര ഇവരുടെ എല്ലാത്തിന്റെയും ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശം, ഒരു നഗരം കൂടിയായിരുന്നു. ദെൻ മെഗസ്തനി അദ്ദേഹം ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു. സെലൂക്കസ് നിക്കേതർ അദ്ദേഹമാണ് മെഗസ്തനീസിനെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലാണ്, ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലേക്കാണ് മെഗസ്തനീസ് വരുന്നത്. ഏകദേശം BC 300 കൂടിയിട്ടാണ് മെഗസ്തനീസ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? ചന്ദ്രഗുപ്ത മൗര്യന്റെ പീരീഡിലാണ് ഇന്ത്യയിലേക്ക് മെഗസ്തനീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. മെഗസ്തനീസിനെ അയച്ചിട്ടുണ്ടായിരുന്നത് സെലൂക്കസ് നിക്കേതർ ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ മെഗസ്തനീസ് ഇന്ത്യയെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്ക്. മെഗസ്തനീസിന്റെ വർക്കാണ് ഇൻഡിക്ക. ഇതില് ഇന്ത്യയിലെ സാമൂഹിക, ഭൗതിക, രാഷ്ട്രീയ സംവിധാനങ്ങളെ കുറിച്ചിട്ട് മെഗസ്തനീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇദ്ദേഹം പാടലിപുത്രനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും കൂടി നമുക്കൊന്ന് പറയാം. അതായത് പാടലിപുത്ര വ്യക്തമായിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള, സംഘടിതമായിട്ടുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നഗരമാണ് എന്നാണ് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഈ ഒരു നഗരം ഗംഗാ നദിയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്തിരിക്കുന്നു എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ വലിയ മതിൽ കൊണ്ടും അതുപോലെ നിരനിരയായിട്ടുള്ള വീഥികളിലൂടെയും ഒക്കെ മനോഹരമായിട്ടാണ് ഈ ഒരു നഗരം മോഡിഫൈ ചെയ്തിട്ടുള്ളത് എന്നും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ സി ആണ്, പാടലിപുത്രയാണ്. ഈ പാടലിപുത്രനെയാണ് ഇന്ത്യയിലെ മഹത്തായ നഗരം എന്ന മെഗസ്തനീസ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, അതായത് നമ്മുടെ 32ാമത്തെ ചോദ്യമാണ്. അനേകാന്തവാദം, അതായത് തിയറി ഓഫ് മെനിനെസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബുദ്ധമതം, ജൈനമതം, ഹിന്ദുമതം, സിഖുമതം എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു ചോദ്യത്തിന്റെ, നമ്മുടെ ഈ ഒരു അനേകാന്തവാദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ജൈനമതം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അനേകാന്തവാദം അഥവാ തിയറി ഓഫ് മെനിനെസ്, തിയറി ഓഫ് പ്ലൂരാലിറ്റി എന്നും ഇത് അറിയപ്പെടും. അപ്പൊ ഇത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് വാദം എന്ന് പറയുമ്പോൾ സിദ്ധാന്തം എന്നും കൂടി അർത്ഥം വരുന്നുണ്ട്. അതുകൊണ്ടാണ് തിയറി എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അനേകാന്തവാദം ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് അനേകാന്തവാദം എന്ന് പറഞ്ഞുതരാം. അതായത് ഒരു വസ്തുവിനെ നമുക്ക് പല പല ആംഗിളിൽ നിന്ന് നോക്കി കാണുമ്പോൾ പല രീതിയിലായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ഒരൊറ്റ വ്യൂ പോയിന്റ് മാത്രം മതിയാവില്ല എന്നാണ് അനേകാന്തവാദം പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് കണ്ണ് കാണാത്ത കുറച്ച് പേര് ആനേനെ കാണാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ആന എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി. ആ ഒരു കഥ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ആനയുടെ കാലുമ്മ പിടിച്ചിട്ട് പറഞ്ഞു ആന തൂണ് പോലെയാണെന്നുള്ളത് പറഞ്ഞു. ഒരാള് പിടുത്തം കിട്ടിയത് തുമ്പിക്കൈമിലാണ്. അപ്പോൾ തുമ്പിക്കൈമ പിടിച്ച ആള് പറഞ്ഞു ആന പൈപ്പ് പോലെയാണെന്നുള്ളത്.
ഒരാൾക്ക് ചെവിയിലാണ് പിടുത്തം കിട്ടിയത്. അപ്പൊ അയാൾ ചെവി തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ആന മുറം പോലെയാണ് എന്നുള്ളത് പറഞ്ഞു. ഒരാൾ വാലുമ്മലാണ് പിടുത്തം കിട്ടിയത്. അപ്പൊ അയാൾ വാല് പിടിച്ചിട്ട് പറഞ്ഞു ചൂല് പോലെയാണ് ആന എന്നുള്ളത്. എന്നാൽ ഇത് ശരിയാണോ, സത്യമാണോ? പക്ഷെ എന്നാൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് ആന, അല്ലെ? അപ്പോൾ അതാണ് പറഞ്ഞത്, ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു വസ്തുതേനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നോക്കി കാണുമ്പോൾ അത് ശരിയാണ്. അത് മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ചിലപ്പോൾ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. ഓക്കെ. പക്ഷേ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ആനയുടെ ശരിയായിട്ടുള്ള ഒരു രൂപം മനസ്സിലാക്കണമെങ്കിൽ ഈ എല്ലാ കാഴ്ചപ്പാടുകളും, അതായത് കാല് തൊട്ട് നോക്കിയ ആളുടെയും തുമ്പിക്കൈ, ചെവി, അതുപോലെ വാല്, വയറ് ഒക്കെ തൊട്ട് നോക്കിയ ആൾക്കാരുടെയും ആ ഒരു കാഴ്ചപ്പാടുകളൊക്കെ കൂട്ടിച്ചേർത്താൽ മാത്രമേ ആന എന്താണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു തിയറിനെയാണ് അനേകാന്തവാദം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജൈനമതത്തിലെ ഒരു തിയറിയാണ്. ജൈനമതത്തിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൂടി പറയാം. ജൈനമതം നമ്മുടെ ഇന്ത്യയിലെ ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ, അതായത് വേദിക് കാലഘട്ടത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ ഇന്ത്യയിൽ എമേർജ് ചെയ്ത് വരുന്നത്. ഒരു 6th സെഞ്ചുറി കാലഘട്ടത്തിലൊക്കെ ആയിട്ടാണ് ജൈനമതം, ബുദ്ധമതം, മറ്റ് മതങ്ങൾ, അങ്ങനത്തെ പലതരത്തിലുള്ള മതങ്ങൾ ഇന്ത്യയിൽ എമേർജ് ആവുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വേദകാലഘട്ടത്തിന്റെ ലേറ്റർ ഫേസോടൊക്കെ കൂടിയിട്ട് ബ്രാഹ്മണിസം ഭയങ്കരമായിട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രാഹ്മണ മതം അത്രയും എലൈറ്റ് പൊസിഷനിലേക്ക് വരികയും മറ്റ് മതങ്ങൾ തഴയപ്പെടുകയും ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഇത്തരത്തില് മറ്റ് വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും കൂടി ഒരു ഉന്നമനം എന്നുള്ള ലക്ഷ്യത്തിലാണ് ജൈനമതം, ബുദ്ധമതം പോലുള്ള മതങ്ങൾ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിലൊന്നാണ് ജൈനമതം എന്ന് പറയുന്നത് കേട്ടോ. ജൈനമതത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മഹാവീരനാണ്, വർദ്ധമാന മഹാവീരൻ. ജൈനൻ എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത് കീഴടക്കിയവൻ, ദ കോൺകറർ എന്നാണ് അർത്ഥം വരുന്നത്. ജൈനമതത്തില് 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. അതില് ആദ്യത്തെ തീർത്ഥങ്കരനാണ് ഋഷഭദേവൻ, 23ാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ, 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. ഈ വർദ്ധമാന മഹാവീരൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിഗന്ധനാഥ പുട്ട എന്നുള്ള പേര്, നിഗന്ധനാഥ പുട്ട. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് ജസ്റ്റ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തു എന്ന് മാത്രം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം നമ്മളുടെ 33ാമത്തെ ചോദ്യമാണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ച് നോക്കുമ്പോൾ 33ാമത്തെ ചോദ്യമാണ്. ഞാനിവിടെ 3 എന്നാണ് നമ്പർ ഇട്ടിട്ടുള്ളത് കേട്ടോ. ബാമിനി രാജ്യത്തിന്റെ തുടർച്ചയായി ഗോൽക്കൊണ്ട ആസ്ഥാനമാക്കി രൂപം കൊണ്ട രാജവംശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭാരിത് ഷാഹി, കുത്തബ് ഷാഹി, ആദിൽ ഷാഹി, നിസാം ഷാഹി എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കുത്തബ് ഷാഹി ഡൈനാസ്റ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാമിനി രാജ്യത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1347 ആണ് ഈ ഒരു ബാമിനി രാജ്യം എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഈ ബാമിനി രാജ്യം എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യയിലെ ഡെക്കാനിലാണ് ഈ ഒരു ബാമിനി ഡൈനാസ്റ്റി എമേർജ് ചെയ്യുന്നത്. ഈ ഒരു ബാമിനി ഡൈനാസ്റ്റി സൗത്ത് ഇന്ത്യയും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള, അതായത് വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക പാലം എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റി കൂടിയായിരുന്നു ഈ ബാമിനി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. 1347 ഈ ഒരു ബാമിനി രാജ്യം എസ്റ്റാബ്ലിഷ് ആവുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 1347 to 1527 വരെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡൈനാസ്റ്റിയുടെ ഒരു പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിങ്ഡത്തിന്റെ, ബാമിനി കിങ്ഡത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ബഹ്മാൻ ഷാ അഥവാ ഹസ്സൻ ഗംഗു എന്നും കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ ബാമിനി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരായിരുന്നു? അലാവുദ്ദീൻ ബഹ്മാൻ ഷാ അഥവാ ഹസ്സൻ ഗംഗു. ഇദ്ദേഹമാണ് ബാമിനി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നായിരുന്നു പീരീഡ് വരുന്നത്? 1347 മുതൽ 1527 വരെയാണ് ബാമിനി കിങ്ഡം ഡെക്കാനില് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഗുൽബർഗയായിരുന്നു ഈ ഒരു ബാമിനി കിങ്ഡത്തിന്റെ ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഏതായിരുന്നു? ഗുൽബർഗ.
പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ബാമിനി കിങ്ഡം എന്ന് പറയുന്നത് ഏത് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഏത് സുൽത്താനേറ്റ് ആയിട്ട്, ഏത് സുൽത്താനേറ്റ് രാജവംശമായിട്ട് അതിന്റെ കണ്ടംപററി ആണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ബാമിനി ഡൈനാസ്റ്റി എമർജ് ചെയ്ത് വന്നിട്ടുള്ളത്. ബാമിനി കിങ്ഡത്തിലത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത് ഫിറോസ് ഷാ ബാമിനിയാണ്. ഫിറോസ് ഷാ ബാമിനി. ഇനി ഈ ബാമിനി കിങ്ഡത്തിന് ശേഷം ഡെക്കാൻ ആസ്പദമാക്കിയിട്ട് 5 ചെറിയ ചെറിയ ഡൈനാസ്റ്റികൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡെക്കാൻ സുൽത്താനേറ്റ് എന്നാണ് അവ പൊതുവെ അറിയപ്പെടുന്നത്. 5 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ആ 5 എണ്ണം കൂടി ഞാൻ പറയാം. ആദ്യത്തേത് ബേരാർ സുൽത്താനേറ്റ് ആണ്. ഇമാദ് ഷാഹി എന്നാണ് ബേരാർ സുൽത്താനേറ്റിന്റെ രാജവംശം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന പേര്, ഇമാദ് ഷാഹി. ഇനി അടുത്തത് ബീജാപൂർ സുൽത്താനേറ്റ് ആണ്. അതാണ് ഈ ആദിൽ ഷാഹി ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത്, ബീജാപൂർ സുൽത്താനേറ്റ്. പിന്നെ അടുത്തത് അഹമ്മദ് നഗർ, അത് നിസാം ഷാഹി ഡൈനാസ്റ്റി, നിസാം ഷാഹി എന്ന് പറയുന്ന രാജവംശമാണ് അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഗോൽക്കൊണ്ട സുൽത്താനേറ്റ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് അതെ നമ്മുടെ ഇതിൽ പറയുന്ന പോലെ കുത്തബ് ഷാഹി ഡൈനാസ്റ്റി അല്ലെങ്കിൽ കുത്തബ് ഷാഹി രാജവംശമായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഗോൽക്കൊണ്ട ആസ്ഥാനമാക്കിയിട്ട് ഗോൽക്കൊണ്ട സുൽത്താനേറ്റ് ഭരിച്ചിട്ടുണ്ടായിരുന്ന ആരായിരുന്നു? കുത്തബ് ഷാഹി ഡൈനാസ്റ്റി അല്ലെങ്കിൽ കുത്തബ് ഷാഹി രാജവംശം ആയിരുന്നു. ഇനി നമ്മുടെ ഓപ്ഷൻ ഫസ്റ്റ് ഉണ്ടല്ലോ, അതായത് ബാരിദ് ഷാഹി, ഈ ഒരു രാജവംശം ഭരിച്ചിട്ടുണ്ടായിരുന്നത് ബീദർ സുൽത്താനേറ്റ് ആണ്. ബീദർ സുൽത്താനേറ്റ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് ബാരിദ് ഷാഹി എന്ന് പറയുന്ന ഡൈനാസ്റ്റി രാജവംശം ആയിരുന്നു. ക്ലിയർ ആണല്ലോ? നമ്മുടെ 34ാമത്തെ ചോദ്യം ഇതായിരുന്നു, മസൂലിപട്ടണം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയ ഹൈദരാബാദിലെ ഭരണാധികാരി ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. അൻവറുദ്ദീൻ, ചന്ദ സാഹിബ്, ആസഫ് ഷാ, മുസഫർ ജംഗ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ചോദ്യം കേരള PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോ എന്തായാലും ഇതിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. അതായത് മസൂലിപട്ടണം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയ ഹൈദരാബാദിലെ ഭരണാധികാരി ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യനിലും ചെറിയ ചെറിയ ഇററുകളും നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അതായത് ഞാൻ ഇതിന്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടി വ്യക്തമാവും. ആക്ച്വലി മസൂലിപട്ടണത്തിലെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കാൻ അനുമതി നൽകിയിട്ടുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് ഷേർഖാൻ ലോധി ആയിരുന്നു. 1673 ബീജാപൂർ സുൽത്താന്റെ കീഴില് വാലികൊണ്ടാപുരത്തിന്റെ ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹം ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്നാണ് പേര് കേട്ടോ, ഫ്രാങ്കോയിസ് മാർട്ടിന് മസൂലിപട്ടണത്തിൽ കോളനി സ്ഥാപിക്കാനുള്ള അനുമതി നൽകുകയുണ്ടാവുന്നത്. ആരായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്? ഷേർഖാൻ ലോധി 1673. ഓക്കെ, ഇനി മറ്റൊരു ഇൻസിഡന്റ് കൂടി പറയാം. സലാബത്ത് ജംഗ് എന്ന് പറയുന്ന വ്യക്തി, ഹൈദരാബാദിൽ നൈസാം ആയിരുന്നു അദ്ദേഹം, സലാബത്ത് ജംഗ്. 1751 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മസൂലിപട്ടണത്തിനടുത്തുള്ള ചില പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ചില പോർഷൻസ് സമ്മാനമായിട്ട് നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മസൂലിപട്ടണം എന്ന് പറയുന്ന പ്രദേശം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയത് ഷേർഖാൻ ലോധി ആയിരുന്നു. ബീജാപൂർ സുൽത്താനേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഷേർഖാൻ ലോധി ആയിരുന്നു. എന്നാൽ ഹൈദരാബാദിലെ നൈസാം, മസൂലിപട്ടണം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയ ഹൈദരാബാദിലെ നൈസാം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സലാബത്ത് ജംഗ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് ആ ക്വസ്റ്റിന്റെ എറർ, ആൻസേഴ്സിന്റെ എറർ എന്നുള്ളത്? അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. കേരള PSC ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് 34ാമത്തെ ചോദ്യത്തിന്റെ അവസ്ഥ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 35ാമത്തെ ചോദ്യം, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ സെഷനിലെ 5ാമത്തെ ചോദ്യം, അതായത് ഇന്നത്തെ പാർട്ടിലെ 5ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണൽ ഏത്? ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇന്ത്യൻ കണ്ടീഷൻ, യങ് ഇന്ത്യ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടാലോ? നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ, ഇന്ത്യ എന്നുള്ളതാണ്. 1890 ഈ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ സംഭവങ്ങൾ ബ്രിട്ടീഷ് ജനങ്ങളിലേക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാരുടെ ഇടയിലേക്കും അതുപോലെ രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു ജേണൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ജേണൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 1890 ഇത് ആരംഭിക്കുന്നത്. ഇന്ത്യ ജേണൽ ആരംഭിക്കുമ്പോൾ
ഇത് മാസികയായിട്ട്, അതായത് മാസിക എന്ന് പറഞ്ഞാൽ അറിയാലോ, മാസത്തില് ഒരിക്കൽ പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ്, മാസത്തിൽ ഒരിക്കൽ പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് അപ്പൊ ഇത് ആരംഭിക്കുന്നത് എന്താണെന്ന് പറഞ്ഞത് 1890-ലാണ് കേട്ടോ. അപ്പൊ 1898 മുതൽ ഇത് ആഴ്ച വാരികയായിട്ട്, അതായത് വീക്കിലി ആയിട്ട്, ആഴ്ചയിൽ ഒരു പ്രസിദ്ധീകരണം എന്നുള്ള ലെവലിലേക്ക് ആയിട്ട് മാറി. 1921 വരെ ഇതിങ്ങനെ തുടർന്നിട്ടുണ്ടായിരുന്നു. ദെൻ മറ്റു ഓപ്ഷൻസിലേക്ക് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു വീക്ക്ലി ന്യൂസ് പേപ്പർ ആയിരുന്നു. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ 1903 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീക്ക്ലി ന്യൂസ് പേപ്പർ ആയിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പിന്നെ യങ് ഇന്ത്യ എന്ന് പറയുന്നതും മഹാത്മാഗാന്ധി ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീക്ക്ലി ജേർണൽ ആയിരുന്നു. 1919 മുതൽ 1931 വരെയാണ് ഈ ഒരു ജേർണലിന്റെ പീരീഡ് എന്ന് പറയുന്നത്, യങ് ഇന്ത്യ കേട്ടോ. നമ്മുടെ 36ാമത്തെ ചോദ്യം, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 36ാമത്തെ ചോദ്യം, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ, ഇന്നത്തെ ഡിസ്കഷനിലെ 6ാമത്തെ ചോദ്യമാണ് ഇനി പറയുന്നത്. ഷെയ്ഖ് സൈനുദ്ദീന്റെ തൂഫത്തുൽ മുജാഹിദീൻ അദ്ദേഹം സമർപ്പിക്കുന്നത് ആർക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബീജാപ്പൂർ സുൽത്താന്, കോഴിക്കോട് സാമൂതിരിക്ക്, പോർച്ചുഗീസ് ഗവർണർക്ക്, വേണാട് രാജാവിന് എന്നിങ്ങനെയാണ് നമ്മുടെ 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കാണാം. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബീജാപ്പൂർ സുൽത്താന് എന്നാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഷെയ്ഖ് സൈനുദ്ദീന്റെ ഈ ഒരു തൂഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന വർക്ക് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബീജാപ്പൂർ സുൽത്താനായിട്ടായിരുന്ന അലി ആദിൽ ഷായ്ക്ക് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ ഒരു വർക്ക് അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കൃതി 16ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വർക്കാണ്. പ്രത്യേകിച്ചും പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെയായിട്ട് മലബാറിലെ മുസ്ലിം സമുദായത്തിന്റെ നിലപാട് പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വർക്കിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്, പോർച്ചുഗീസ് ആധിപത്യത്തിന് എതിരെയായിട്ട് മലബാറിലെ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം സമുദായത്തിന്റെ നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അത് പ്രതിനിധീകരിക്കുന്നു എന്നുള്ള ലെവലിൽ ഈ തൂഫത്തുൽ മുജാഹിദിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. 16ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ടാണ് ഈ ഒരു വർക്കിന്റെ പീരീഡ് വരുന്നത്. ഈ ഒരു വർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, സമർപ്പിച്ചിട്ടുള്ളത് ബീജാപ്പൂർ സുൽത്താനായിരുന്നു. അടുത്ത ചോദ്യം, പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസ വിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ചോദ്യം? പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസ വിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം. പെരിപ്ലസ്, ചോക്കൂർ ശാസനം, മൂഷകവംശ കാവ്യം, ഇന്ദിക്ക എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. നമുക്കതിന്റെ ആൻസർ ഒന്ന് നോക്കിയാലോ. ആൻസർ ഓപ്ഷൻ സി, മൂഷകവംശകാവ്യം എന്നുള്ളതാണ്. ഈ ശ്രീമൂലവാസ വിഹാരത്തെ കുറിച്ചുള്ള പരാമർശം ഈ ഒരു കാവ്യത്തിലാണ് കാണപ്പെടുന്നത്. ഈ ഒരു മൂഷകവംശ കാവ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു സാൻസ്ക്രിറ്റ് കാവ്യമാണ്. മൂഷക രാജവംശത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നത് കൊണ്ടാണ് ഇതിന് മൂഷകവംശകാവ്യം എന്നുള്ള പേര് നൽകാനായിട്ടുള്ള കാരണം. അതുലനാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് മൂഷകവംശം എന്നതിനെ കുറിച്ചിട്ടും കൂടി ഒന്ന് പറയാം. ഏഴിമല ആസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലയിൽ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗം, ഒരു രാജവംശമാണ് മൂഷകവംശം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതം എന്നറിയപ്പെടുന്ന ഒരു വർക്കും കൂടിയാണ് ഈ ഒരു മൂഷകവംശകാവ്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതുലനാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കൊട്ടാരത്തിലായിരുന്നു അതുലൻ എന്നുള്ള കവി ഉണ്ടായിരുന്നത്, ശ്രീകണ്ഠൻ രാജാവിന്റെ കൊട്ടാരത്തിൽ. ഈ മൂഷക രാജ്യമാണ് പിന്നീട് കോലത്തുനാട് എന്നറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഇതിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ഏഴിമലയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് മൂഷകവംശ കാവ്യത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഇന്ദിക്ക എഴുതിയിട്ടുള്ളത് ആരാന്നറിയില്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മെഗസ്തനീസിന്റെ ആണ് ഇന്ദിക്ക. പെരിപ്ലസ് ഓഫ് ദി എറിത്രേൻ സീ എന്ന് പറയുന്ന വർക്കിന്റെ ഓദറിന്റെ പേര് അൺനോൺ ആണ്, അനോണിമസ് ഓദർ എന്നാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചോക്കൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ ഒരു ശാസനം കണ്ടെത്തിയിട്ടുള്ളത്. ബുദ്ധിസ്റ്റ് കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു ചോക്കൂർ ശാസനം. ബുദ്ധവിഹാരത്തിന് ഭൂമി ദാനം ചെയ്തതിന്റെ രേഖപ്പെടുത്തലുകളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ദാനം ചെയ്ത വ്യക്തിയും അത് സ്വീകരിച്ച ബുദ്ധ സന്യാസിയെയും കുറിച്ച് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം.
അറബ് സഞ്ചാരിയായിട്ടുണ്ടായിരുന്ന സുലൈമാൻ കേരളം സന്ദർശിച്ചത് ഏതു പെരുമാളിന്റെ കാലത്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറബ് ട്രാവലർ ആയിട്ടുണ്ടായിരുന്ന സുലൈമാൻ കേരളം സന്ദർശിച്ചത് ഏത് പെരുമാളിന്റെ കാലത്താണ്? വീര രവിവർമ്മ, സ്ഥാണു രവിവർമ്മ, ഭാസ്കര രവിവർമ്മ, രാമവർമ്മ കുലശേഖരൻ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആൻസർ അതിന്റെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്ഥാണു രവിവർമ്മ എന്നുള്ളതാണ്. സ്ഥാണു രവിവർമ്മയെ കുറിച്ചിട്ട് പറയുമ്പോൾ ചോള ചക്രവർത്തി ആയിട്ടുണ്ടായിരുന്ന ആദിത്യ ചോളന്റെ കണ്ടംപററിയനായിരുന്നു സ്ഥാണു രവിവർമ്മ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ സുലൈമാൻ കേരളം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. 844 to 885 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം പറയുന്നത്. അതുപോലെ ജ്യോതിശാസ്ത്ര പണ്ഡിതനായിട്ടുണ്ടായിരുന്ന ശങ്കരനാരായണീയം എഴുതിയിട്ടുള്ള ശങ്കരനാരായണൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ ഈ സ്ഥാണു രവിവർമ്മയുടെ പീരീഡില് തന്നെയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന 2 വ്യക്തികളുടെ പേര് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ചോള രാജാവായിട്ടുണ്ടായിരുന്ന ആദിത്യ ചോളൻ, രണ്ടാമത്തേത് ശങ്കരനാരായണൻ. അടുത്ത ചോദ്യം, അതായത് നമ്മുടെ 9ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ പേപ്പറിലെ 39ാമത്തെ ചോദ്യം, പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. PKK മേനോൻ, KN പണിക്കർ, TP ശങ്കരൻകുട്ടി നായർ, KKN കുറുപ്പ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ ഇത്. നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് കണ്ടാലോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി KKN കുറുപ്പ് ആണ്. അദ്ദേഹമാണ് പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഓതർ KKN കുറുപ്പാണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ചിട്ട് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കേരള സിംഹം എന്ന വർക്ക് എഴുതിയിട്ടുള്ളത് KN പണിക്കരാണ്. അപ്പൊ കേരള സിംഹം KN പണിക്കരുടെ പിന്നെ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ സംവിധായകൻ ആരായിരുന്നു? ഹരിഹരനായിരുന്നു അതിന്റെ സംവിധായകൻ. ആ ഒരു സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് MT വാസുദേവൻ നായരായിരുന്നു. പിന്നെ 2-3 കാര്യങ്ങൾ കൂടിയും പഴശ്ശിരാജയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം. അതായത് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലും പഴശ്ശി ഡാം കണ്ണൂരിലെ വളപട്ടണം പുഴ ആ ഒരു ഭാഗത്തായിട്ടാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്, വളപട്ടണം പുഴയില്. പിന്നെ പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഗുഹ എന്നറിയപ്പെടുന്നത് മലപ്പുറത്താണ് പഴശ്ശി ഗുഹ ഉള്ളത്. പിന്നെ പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാടിലെ പുൽപ്പള്ളിയിലാണ്. പിന്നെ പഴശ്ശിരാജ NSS കോളേജ് കണ്ണൂരിലെ മട്ടന്നൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റും കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യമാണ് ഇനി പറയുന്നത്. അതായത് ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10ാമത്തെ ചോദ്യം. നമ്മുടെ സെക്ഷനിലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 40ാമത്തെ ചോദ്യമാണിത്. അറബി മലയാളം കൃതിയായ മുഹ്യുദ്ദീൻ മാല രചിച്ചത് ആര്? സുലൈമാൻ, ഷെയ്ഖ് സൈനുദ്ദീൻ, ഖാസി മുഹമ്മദ്, ഇദ്രീസ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഖാസി മുഹമ്മദ് ആണ്. ഖാസി മുഹമ്മദ് കോഴിക്കോടിലെ ഒരു പ്രോമിനന്റ് ഫിഗർ ആണ്. ഇദ്ദേഹം ഈ ഒരു വർക്ക് എഴുതുന്നത് 17th സെഞ്ചുറിയിലാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 1607 ഈ ഒരു വർക്ക് എഴുതുന്നത്. അറബി മലയാളത്തിലെ ഒരു ലിറ്റററി വർക്കാണ് മുഹ്യുദ്ദീൻ മാല എന്ന് പറയുന്ന വർക്ക്. സൂഫി സെയിന്റ് ആയിട്ടുണ്ടായിരുന്ന അബ്ദുൾ ഖാദർ ജിലാനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഒരു ട്രിബ്യൂട്ട് എന്നുള്ള ലെവലിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ഈ മുഹിനുദ്ദീൻ മാല എന്ന് പറയുന്ന വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞു 34ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും അതൊന്ന് ശരിയാക്കി തട്ടിക്കൂട്ടിയെടുത്ത് അതിന്റെ ആൻസറും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.